ഹലോ അസ്സലാമലൈക്കും. ഈദൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഈദിന് സൽവാറിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കുഞ്ഞു മേക്കപ്പ് ട്യൂട്ടോറിയലാട്ടോ ഞാനിന്ന് ചെയ്യുന്നത്. വളരെ അഫോർഡബിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് സ്കിൻ കെയർ ഒക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു മേക്കപ്പിന് ബേസ് കിട്ടുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുന്നതും മോയ്സ്ചറൈസറായി യൂസ് ചെയ്യുന്നതൊക്കെ സെറ്റാഫിലിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യണം കേട്ടോ. അത് നിർബന്ധമായൊരു സ്റ്റെപ്പാണ്. ഈ സെറ്റാഫിലിൻ്റെ ഈ പ്രൊഡക്ട്സൊക്കെ നല്ലതാട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. എനിക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള സമയത്തും എനിക്ക് വർക്കായൊരു പ്രൊഡക്റ്റ്, ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞത് ഈ സെറ്റാഫിലിൻ്റെ ആട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആട്ടോ. സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. പിന്നെ നല്ല സമ്മർ സീസണാണ്, അപ്പോൾ എന്തായാലും അത് ഒഴിവാക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പാട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ SPF 50 ആണ്. ഇത് നിയാസിനമൈഡ് ഉള്ളൊരു സൺസ്ക്രീനാണ്. ഇത് നല്ലതാട്ടോ. എനിക്ക് പൊതുവേ അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് പിന്നെ നമ്മൾ പുറത്ത് പോയി തിരിച്ച് വരുമ്പോൾ ഭയങ്കര ബേണിങ് എഫക്റ്റ് ഉണ്ടാവലുണ്ട്. ന്യൂട്രിജീന ആണെങ്കിൽ ലാക്മയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒക്കെ എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. പൊതുവേ അതൊക്കെ നല്ല പ്രൊഡക്ട്സാണ്, പക്ഷേ എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് നല്ലതാണ്. എനിക്ക് അങ്ങനെ ഇതുവരെ യൂസ് ചെയ്തിട്ട് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ കൂടി സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് പറയൽ. മാത്രമല്ല നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ല, കുറച്ച് തോനെ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മാത്രമേ എന്താവുള്ളൂ. സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ. ഇനി ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോകാം കേട്ടോ. ഞാൻ ഐ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം കേട്ടോ അധികം ഫേസ് മേക്കപ്പ് ചെയ്യാലുള്ളൂ. അപ്പോൾ ആദ്യം ഐബ്രോ ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വെറ്റാമലിറ്റിൻ്റെ ഈ ഒരു ഐബ്രോ കിറ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനൊരു 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് നന്നായിട്ട് വർക്ക് ആകുന്ന ഒരു പ്രൊഡക്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെന്നെ ഉപയോഗിക്കൽ. എനിക്കിഷ്ടമുള്ള ഒരു സംഭവമാണെങ്കിൽ പിന്നെ ഞാൻ അത് തീർന്ന വരെ ഉപയോഗിക്കും. പിന്നെ വേറെ ഒന്നിലേക്കൊന്നും പോക്കല്ല കേട്ടോ. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഇത് സ്പൂലി വരുന്ന ഒരു ബ്രഷ്, അത് സ്വിസ് ബ്യൂട്ടിയുടെ കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഐബ്രോ ഒക്കെ ഫില്ലായിട്ടുണ്ട്. ഇനി അതിൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ആ സ്പൂലി വെച്ചിട്ടൊന്ന് കളയാം കേട്ടോ. അങ്ങനെ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നമുക്കൊരു നാച്ചുറൽ ലുക്ക് തരും കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അതാ ഞാൻ ചെറിയ രീതിയിലൊരു ഐ മേക്കപ്പ് പരീക്ഷിക്കാനുള്ള പരിപാടിയിലാട്ടോ. ഇതൊക്കെയല്ലേ ചെറിയ രീതിയിൽ ഐഷാഡൊക്കെ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഐലിഡൊക്കെ ഒന്ന് കൺസീൽ ചെയ്തെടുക്കണം. അപ്പോൾ കൺസീലറായിട്ട് യൂസ് ചെയ്യുന്നത് വെറ്റാമലിൻ്റെ തന്നെ ഒരു മീഡിയം ടോണി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിലൊരു കൺസീലറാട്ടോ. അത് വെച്ചിട്ട് നന്നായി ഞാനത് കൺസീൽ ചെയ്യുന്നത്, 2 കണ്ണ് നന്നായിട്ട് കൺസീൽ ചെയ്യുക. ഐഷാഡോ പാലറ്റിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു മിനി പാലറ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനൊരു 2000 അല്ല 200 അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ചീപ്പാണ്. ആ 200 പിന്നെ നമ്മൾ ആമസോണിനൊക്കെ മേടിക്കുമ്പോൾ പിന്നെ കുറയും. ഇത് നല്ല പാലറ്റ് ആട്ടോ. ഇതിൽ ഒരുപാട് ബ്രൗൺ കളേഴ്സ് വരുന്നുണ്ട്, ഒരു ഗോൾഡൻ ഗ്ലിറ്റർ വരുന്നുണ്ട്, പിന്നെ മെയിനായിട്ടും ബ്ലാക്ക്. നമുക്കൊരു സ്മോക്കി ഐസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രൗൺ സ്മോക്കി ചെയ്യാനും ഒരു ന്യൂഡ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായും ഈ ഒരു ഐഷാഡോ പാലറ്റ് മേടിച്ച് നോക്കി കേട്ടോ. ഒരു ബിഗിനറിന് ഏറ്റവും നല്ലതാണ്. ഞാനാണെങ്കിൽ അങ്ങനെ ഒരു ഐഷാഡോ പേഴ്സണൊന്നും അല്ല. എന്നാലും ഇങ്ങനെ ഒരു ഈദ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളങ്ങനെ ചെറിയ രീതിയിലൊരു ബ്രൗൺ അല്ലെങ്കിൽ ന്യൂഡ് കളേഴ്സ് അല്ല യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഷാഡോ പാലറ്റ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ. ഞാനൊരു ബ്രൗൺ സ്മോക്കി ആയി ചെയ്യാനാട്ടോ വിചാരിക്കുന്നത്. നന്നാവുമെന്ന് അറിയില്ല, കാരണം എനിക്ക് അറിയില്ല, അങ്ങനെ ഐഷാഡോ ചെയ്യാൻ അറിയില്ല. അപ്പോൾ നേരത്തെ കാണിച്ചൊരു ലൈറ്റ് ബ്രൗൺ ഉണ്ടല്ലോ, അതാട്ടോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൽ തന്നെ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, ബ്ലാക്ക് എടുത്തിട്ട് ഒരു സ്മോക്കി പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് സ്മഡ്ജിങ് ബ്രഷും ഒക്കെ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കേട്ടോ.
ബ്ലാക്ക് എടുത്തിട്ട് നമ്മളൊരു ഐലാഷിന് തൊട്ട് മുകളിലായിട്ട് ഒരു ലൈന് പോലെ ചെയ്തിട്ട് പിന്നെ അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ബ്ലാക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ മേലോട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മേലേക്ക് തന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്ത കളർ ഉണ്ടല്ലോ, അതൊരു ലൈറ്റ് ബ്രൗൺ അല്ല, അതിനേക്കാളും ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു സീംലെസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐ ഷാഡോ ഇടുന്ന സമയത്ത് എപ്പോഴും ലൈറ്റ് ടു ഡാർക്ക് ആ ഒരു രീതിയിലേക്ക് വേണം കേട്ടോ ചെയ്യുമ്പോൾ. ആദ്യം ലൈറ്റ്, പിന്നെ അതിനേക്കാളും കുറച്ച് ഡാർക്ക്, പിന്നെയും കുറച്ചുകൂടി ഡാർക്ക്, അങ്ങനെ കേട്ടോ. പ്രത്യേകിച്ച് സ്മോക്കി ഐസൊക്കെ ചെയ്യുന്ന സമയത്തും അങ്ങനെയാണ് ചെയ്യൽ. ഈ ഐ ഷാഡോന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബ്ലെൻഡിങ് കറക്റ്റാണ്, എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുള്ളൂ. എൻ്റെത് പിന്നെയൊക്കെ ഒരു തട്ടിക്കൂട്ടാണ്, എന്നാലും ഓക്കെ, ഇത് മതി, നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഐ ഷാഡോ കെട്ടി കഴിഞ്ഞ് ഇനി ഐലാഷ് ഒന്ന് കേൾ ചെയ്യണം കേട്ടോ. ഈ ഒരു കളറ് വേഗയുടെ കേട്ടോ, ഈ കളറ് നല്ലതാട്ടോ. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം ഐലാഷൊക്കെ ഒന്ന് വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഒക്കെ ഒരു പരീക്ഷണമാണ്, വെച്ച് നോക്കാമല്ലോ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഐലാഷ് ആമസോണിൽ മേടിച്ചതാണ്. അപ്പോൾ ആമസോൺ എനിക്ക് തോന്നുന്നു 365 അങ്ങനെ എന്തോ ഒരു റേറ്റിന്. അതിൻ്റെ ഇപ്പം ബ്ലൂ ഉണ്ട്, പിന്നെ 3 പെയറായിട്ട് നമുക്ക് ഐലാഷ് കിട്ടും. ബിഗിനേഴ്സിനൊക്കെ നല്ലതാട്ടോ, വലിയ മോശമൊന്നും പറയാനില്ല, നല്ലതാണ്, എനിക്ക് നന്നായിട്ട് തോന്നി. അങ്ങനെ ഐലാഷൊക്കെ വെക്കാൻ ഭയങ്കര പാടാട്ടോ, അതൊന്നും വീട്ടിൽ കാണിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ മേക്കപ്പ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണ് ഭയങ്കര പാട്. എത്രയായാലും ഒരുപാട് സമയം എടുക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതാ അതിൻ്റെ മേലേക്കൊരു ഐലൈനർ വെച്ചിട്ട് ഒന്ന് ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു വിങ് ലൈൻ ഇടാനുള്ള ശ്രമം കേട്ടോ. യൂസ് ചെയ്യുന്ന ഐലൈനർ മേബിലിൻ്റെ കൊളോസൽ ആ ഒരു റേഞ്ചിൽ വരുന്ന വാട്ടർ പ്രൂഫ് ഐലൈനർ ആട്ടോ, നല്ലതാണ്, വാട്ടർ പ്രൂഫാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് വിങ് ലൈനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷ് ആട്ടോ അതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നല്ല സുഖം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റേഞ്ചിൽപ്പെട്ട ഈ മേബിലിൻ്റെ കൊളോസലിൽ പെട്ട എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ ലാഷസും പിന്നെ നമ്മുടെ ഫേക്ക് ലാഷസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് കാണാം. അത് ഞാൻ വെച്ചതിൻ്റെ കുഴപ്പം കൊണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, മസ്കാര വെച്ച് ഒന്ന് മേലേക്ക് ആക്കി കൊടുക്കുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഒരു വൃത്തിക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ഹൈ മേക്കപ്പ് കഴിഞ്ഞ് നമുക്ക് വാട്ടർ ലൈനിൽ അല്ലെങ്കിൽ കണ്ണിന് താഴെ വേണമെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന എന്താ പറയുക ഐ ഷാഡോ പാലറ്റിൽ ആ ബ്രൗൺ കളർ വെച്ചിട്ട് താഴെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഇനി ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് കവർ ചെയ്യണം. എനിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട് കേട്ടോ. അത് ഒന്നാമത്തേത് ഉറങ്ങാത്തതിൻ്റെയും നന്നായിട്ട് വെള്ളം കുടിക്കാത്തതിൻ്റെയും സ്ട്രെസ്സിൻ്റെ അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒന്നും റിസൾട്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഉറക്കമൊക്കെ തന്നെ ശരിയാക്കിയാൽ മാത്രമേ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് PSCയുടെ ഓറഞ്ച് കറക്റ്ററാട്ടോ, നല്ല കറക്റ്ററാണ്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് കവർ ചെയ്യാം. പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺസീൽ ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലെൻഡർ വെച്ച് എന്ത് വേണമെങ്കിലും, വേണ്ട ഫിംഗർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കംഫർട്ട് എന്താ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് നന്നായി തോന്നുന്നത് ചോദിച്ചാൽ ആ രീതിക്കൊക്കെ ചെയ്യട്ടോ. അല്ലാതെ ബ്രഷ് തന്നെ വേണം ബ്ലെൻഡർ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ആപ്റ്റാണ് അതിനനുസരിച്ച് നമുക്ക് മേക്കപ്പ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അതെ ഡാർക്ക് സർക്കിൾസ് അത് ഞാൻ ബ്ലെൻഡ് ചെയ്തു. പിന്നെ എൻ്റെ മേലെ ഒന്ന് കൺസീലർ വെച്ചിട്ട് അതൊന്ന് കൺസീൽ ചെയ്തിട്ടോ. അപ്പം ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്. ഇതൊക്കെ അല്ലേ നമുക്ക് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാം. സൽവാറിൻ്റെ കൂടെ നമ്മൾ മേക്കപ്പ് കൂടി ഒന്ന് വൃത്തിയാൽ മാത്രമേ സൽവാറിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. മേബിലിൻ്റെ തന്നെ 220 എന്ന് പറഞ്ഞത്, അതായത് എൻ്റെ പേര് മറന്നു, 220 ആണ് ഷെയ്ഡ് നമ്പർ. അതെനിക്ക് കുറച്ച് ഡാർക്കാണ്. അപ്പോൾ അതും പിന്നെ നമ്മുടെ നൈക്കയുടെ സ്കിൻ ജീനസ് ഫൗണ്ടേഷനില്ല, അത് നമ്പർ 2 ആണ് ഞാൻ യൂസ് ചെയ്യുന്ന, ആൽമണ്ട് ബേജ്. അതെനിക്ക് ഭയങ്കര ലൈറ്റുമാണ്. അപ്പോൾ ഈ ലൈറ്റും ഡാർക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് കിട്ടും. എൻ്റെ സ്കിന്നിനോട് കുറച്ചും കൂടി മാച്ച് ആയിട്ടുള്ളൊരു കളറാണ് കിട്ടിയത്. അപ്പോൾ അതാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പം ഒരുപാട് എമൗണ്ട് ഒന്നും എടുക്കരുത്, കുറച്ച് എടുത്തിട്ട് പിന്നെ ഡോട്ട് പോലെ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ആദ്യം ഒരു ഫൗണ്ടേഷൻ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു കേക്കി പോലെയാവും, പിന്നെ ഭയങ്കര എല്ലാവരും പറയുന്ന പോലെ പുട്ടിയടിച്ച പോലെ എന്നൊക്കെ തോന്നും. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. മേക്കപ്പിൻ്റെ ഏതൊരു പ്രോസസ്സ് ആണെങ്കിലും അതിൽ ബ്ലെൻഡിങ് ആണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റണം. അത് സമയം എടുത്താണെങ്കിൽ കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്താൽ നമുക്ക് ആ ഒരു വൃത്തിയുള്ള ഒരു നാച്ചുറൽ ലുക്ക് എപ്പോഴാണെങ്കിലും കിട്ടും. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്ന കൺസീലർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഞാൻ അണ്ടർ ഐസും പിന്നെ നോസിൻ്റെ അവിടേക്ക് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, അതിൻ്റെ മുകളിൽ കൺസീലർ വെച്ച് ഹൈലൈറ്റ് ചെയ്തു. ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൂസ് പൗഡറിനെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന എല്ലാം മേബിലിൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ. മേബിലിൻ്റെ കോമ്പാക്ട് പൗഡറൊക്കെ നമ്മൾ ഇട്ടാൽ പിന്നെ അങ്ങ് നിന്നോളും. ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റാണ് അത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോമ്പാക്ട് പൗഡറാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലഷാട്ടോ. ബ്ലഷ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലെങ്കിലും വേറെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ബ്ലഷാട്ടോ. ഇത് ഇബാ കോസ്മെറ്റിക്കിൻ്റെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാട്ടോ, ഭയങ്കര നല്ല പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. ബ്ലഷ് ഒരു പീച്ചി ഒരു കോറൽ ഷെയ്ഡാണ്. അപ്പോൾ ബ്ലഷൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രീമിയാണ്, നമുക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ലിപ് ടിൻ്റ് കൂടിയാണല്ലോ, അപ്പോൾ നല്ലൊരു കളറാണ്. അങ്ങനെ ഓവറായിട്ട് നമുക്ക് ബ്ലഷ് ഇട്ട് എന്നുള്ള ഫീൽ ഉണ്ടാവുകയില്ല, എന്നാലും നമുക്കൊരു നാച്ചുറൽ ഒരു ഇന്നർ ഗ്ലോ, ഒരു ഇന്നർ ബ്ലഷിന് അത് കിട്ടും കേട്ടോ. അത് കിട്ടുന്നൊരു അടിപൊളി പ്രൊഡക്റ്റ്സ് കേട്ടോ. ഇവരിൽ വേറെ ഏതൊക്കെയോ ഒക്കെ ഷെയ്ഡുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 4 Hour Nude എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു പീച്ചി കോറൽ ഷെയ്ഡാണ്. അപ്പോൾ അതാണ് ഞാൻ ഇട്ട് എടുക്കുന്നത്. അടിപൊളിയാട്ടോ. ഇത് എന്തായാലും ഇതൊന്ന് വാങ്ങി വെക്കണേ, എന്തായാലും വേർത്താണ് ഇത്. ആ പ്രൈസ് ഒരു 500 ബിലോ അങ്ങനെയേ ഉള്ളൂ, പക്ഷേ ആ ഒരു പ്രൈസിന് ഭയങ്കര നല്ല പ്രൊഡക്റ്റാണ്. ഇനി ഇതാ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെറ്റാ വൈൽഡിൻ്റെ പ്രഷ്യസ് പെട്രസ് പറഞ്ഞിട്ടുള്ളൊരു ഹൈലൈറ്റർ ആട്ടോ. അപ്പോഴേക്ക് ഇതേ വേറൊരാൾ വന്നിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ച് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം ഒരു വിധമാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ ചീക്കിലും പിന്നെ നോസ് ഏരിയയിലൊക്കെ ഒന്ന് ഇട്ടെടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓവറായിട്ട് നമ്മൾ ഹൈലൈറ്റർ ഇട്ട് ഒരുപാട് ഗ്ലിറ്ററൊന്നും ഇതിലില്ല കേട്ടോ. ചെറിയ രീതിയിൽ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും ഓവറായിട്ടൊന്നും നമുക്ക് തോന്നില്ല. നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ഹൈലൈറ്റർ തന്നെയാണ്. അപ്പോൾ അതിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക് കൂടി അപ്ലൈ ചെയ്താൽ മതി. ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ, ഞാൻ മോയ്സ്ചറൈസർ ഇടുന്ന സമയത്ത് തന്നെ ലിപ് ബാം കൂടി അപ്ലൈ ചെയ്തിരുന്നു. ബോഡി ഷോപ്പിൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടുമല്ലോ ഈ സമയമാകുമ്പോഴേക്കും. പിന്നെ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല, സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇനി അടുത്തത് എന്താ, ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന ഒരു മെറൂൺ കളറ് സെൽവാർ. അപ്പോൾ അതിലേക്ക് മാച്ച് ആയിട്ട് ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. ഇവിടെ ഇടുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലാക്മേൻ്റെ ലാക്മേ ഫോറെവറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഞാൻ എൻ്റെ പല വീഡിയോസിലും അതിൻ്റെ ഒരു 2 ഷെയ്ഡ് കാണിക്കലുണ്ട്, ന്യൂഡ് ട്വിസ്റ്റ് ആൻഡ് ന്യൂഡ് ഡ്രീം. ഇപ്പം ഞാൻ ഇടുന്നത് ന്യൂഡ് ഡ്രീം ആട്ടോ. ഇതൊരു നല്ലൊരു പിങ്കിഷ്, നല്ലൊരു ഭയങ്കര പിങ്കല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ന്യൂഡ് പിങ്ക് കളറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫേസിൽ ഇടുമ്പം തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ നല്ലൊരു നമ്മുടെ ഫേസ് ഇങ്ങനെ ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു കളറാണ്. അപ്പോൾ അതാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അന്നത്തെയും പോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി നമ്മളൊരടുത്തൊരു ഈദ് വ്ലോഗായിട്ട് വരും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈദായിരിക്കട്ടെ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നേക്കും വരെ ടാറ്റാ.